ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടുട്ടൂസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അതാ ഫ്രഷ് ടു ഹോമിൽ നിന്ന് ചേട്ടൻ ഓർഡർ ചെയ്തിട്ട് വന്നതാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു പാക്കറ്റ് ഒരു 450 ഗ്രാമോളം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാനൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ക്ലീൻ ആക്കി എടുത്ത ചിക്കനിലേക്ക് നമ്മൾ 5-8 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട്. പിന്നീട് 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി ഒരു 1/2 സ്പൂണ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സോയാ സോസ് ഇല്ലേ, അതും 1 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്തോളൂ കേട്ടോ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കണേ. അപ്പോൾ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് ഇരിക്കട്ടെ. അപ്പോൾ നല്ലതായിട്ട് മസാല പിടിക്കും. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് 1/2 കപ്പ് മൈദാപ്പൊടി, 1/2 കപ്പിൻ്റെ പകുതി 1/4 കപ്പ് കടലപ്പൊടി, 1/4 കപ്പിൽ കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ, ഓക്കെ. പിന്നെ 1 ടേബിൾ സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി. പിന്നെ വെളുത്തുള്ളി വീണ്ടും ചതച്ചത്, ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചത് അങ്ങോട്ട് വെച്ച്. വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ വേണ്ടത് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് തൈരില്ലേ, നല്ല കട്ട തൈരോട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തോളൂ. ഒരുപാട് അങ്ങ് വെള്ളം കൂടിപ്പോകാൻ പാടില്ല. ഒരു പരുവത്തിനെടുക്കണം. നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലതായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കില്ലേ, അതുപോലെ ഈ ചിക്കനിലെല്ലാം അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിപ്പെണ്ണ് വന്ന് കയ്യിലൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലെല്ലാം ഇങ്ങനെ പിടിച്ചിരിക്കണം. ആ ഒരു രീതിയിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കണം കേട്ടോ. എന്നാലും അത് ഡിപ്പ് ചെയ്യുമ്പോൾ നല്ലതായിട്ട് ഇങ്ങനെ പൊതിഞ്ഞിരിക്കും. അപ്പോൾ അതാ നമ്മൾ ഏകദേശം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചിക്കനിൽ വെച്ചിട്ടില്ലേ, ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലേ, അതിലും കുറച്ച് വെള്ളം ഊർന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കുമല്ലോ മസാല എല്ലാം കൂടി. അപ്പോൾ അതും കൂടി അതിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കുക കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് കൈവച്ച് മിക്സ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ ഞാൻ സ്പൂൺ വെച്ചാണ് മിക്സ് ചെയ്യുന്നത്. എല്ലാ രീതിയിലും മസാല എല്ലാം ഒന്ന് പിടിക്കുന്ന രീതിയിൽ അതിലൊന്ന് പൊതിഞ്ഞങ്ങോട്ട് എടുത്തോളൂ. ചിക്കൻ പക്കോട എന്ന് തന്നെ പറയാം കേട്ടോ. പക്കോട ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെയല്ലേ, ഇവിടെ ഉള്ളൊരു പക്കോട ഉണ്ടാക്കുന്നത് ഏകദേശം എന്ന് വെച്ചാൽ കടലപ്പൊടിയിൽ മുക്കുന്ന എല്ലാം പക്കോടയാണ് കേട്ടോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നല്ല തിളച്ച എണ്ണയിലേക്ക് അങ്ങോട്ട് ഇടുക. വെളിച്ചെണ്ണ ആകുമ്പോൾ പിന്നെ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നല്ല അടിപൊളി ഒരു ഫ്രൈ ആണ്, വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഓരോരോ രീതിയിൽ ചിക്കൻ നമ്മൾ എന്തൊക്കെ രീതിയിൽ പരീക്ഷിക്കാറുണ്ടല്ലേ. അപ്പോൾ ഓരോരോ രീതിയിലല്ലേ ഓരോരുത്തർ ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നി ജസ്റ്റ് വൈകുന്നേരം ഒരു സ്നാക്ക് പോലെ ഒന്ന് കഴിക്കണമെന്ന് തോന്നിയപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു സംഭവം. ഫ്രൈ ചെയ്തപ്പോൾ തന്നെ തീർന്നു കേട്ടോ. അത്ര ടേസ്റ്റി ആയിരുന്നു, നല്ലൊരു മണം. എന്ന് വെച്ചാൽ വെളുത്തുള്ളി നമ്മൾ ഇഞ്ചി ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. ഈ വെളുത്തുള്ളി ചേർക്കുമ്പോൾ നമ്മുടെ അജിനാമോട്ടയുടെ ഒരു ടേസ്റ്റ് ഇല്ലേ, അത് വരും കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊന്നും വിശ്വസിച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതിലൊക്കെ നമ്മൾ ഈ അജിനാമോട്ടയൊക്കെ ചേർത്ത് വരും. നമ്മുടെ വീട്ടിലാവുമ്പം ഇങ്ങനെയൊക്കെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതുങ്ങൾ കഴിക്കുകയും ചെയ്യും. ഇതാ കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ഫ്രൈ ഏകദേശം ആയിട്ടുണ്ട്. ഒന്നും ഞാൻ ചേർത്തിട്ടില്ല, കളറോ ഒന്നും ചേർത്തിട്ടില്ല. അതിലുണ്ട കളർ തന്നെയാണ്. ഈ കടലപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ബ്രൗൺ കളർ കിട്ടും, ഷെയ്ഡ് കിട്ടും കേട്ടോ. ഒരു കളറും ചേർക്കാതെ തന്നെ വളരെ നല്ല ഭംഗിയായിരിക്കും. നല്ല കോട്ടിംഗ് ഒക്കെ വന്നിട്ടില്ലേ എന്ന് നോക്കിയേ. നമ്മളിപ്പോൾ ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കവർ ചെയ്തിരിക്കില്ലേ, അതുപോലെ തന്നെയാണ്. എല്ലാം നല്ല ക്രഞ്ചിയുമാണ്, നല്ല ഒരുപാട് അങ്ങ് സ്പൈസിയും അല്ല. ഒരുപാട് ഞാൻ എരിവൊന്നും ഇട്ടിട്ടില്ല, കാരണം വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട അത് കാരണം ഞാൻ ഒരുപാട് അങ്ങ് എരിവൊന്നും ഇട്ടിട്ടില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതാ നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വെറുതെ ഇങ്ങനെ കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഡിപ്പൊന്നും, അതായത് മയോണൈസോ അതായത് എന്താ പറയുക ടൊമാറ്റോ സോസോ ഒന്നും വേണ്ടി വന്നില്ല. അല്ലാതെ തന്നെ വളരെ ടേസ്റ്റി ആയിരുന്നു കഴിക്കാനേ. അപ്പോൾ ആ സെറ്റ് ഞാൻ വറുത്ത് കഴിഞ്ഞ് ഇനി അടുത്ത സെറ്റ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതാ കണ്ടില്ലേ, അതെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ. ഇത് ആദ്യത്തെ സെറ്റ് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഒരെണ്ണം കഴിക്കണമെന്ന് തോന്നി. പിന്നെ ഞാൻ ക്ഷമയോടുകൂടി കാത്തിരുന്നു. എല്ലാം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ ഇതെടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ഇവിടെ ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ലാസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം ഫ്രൈ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടില്ലേ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫ്രൈ ഒക്കെ ആയിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റ് ഇവിടെ റെഡി ആവുന്നതേ ഉള്ളൂ. അത് ഞാൻ എടുത്തില്ല കേട്ടോ.
ലാസ്റ്റ് ഇട്ടത് ഫ്രൈ ആയിട്ടില്ല, അതിന് മുൻപ് ഞാൻ വീഡിയോ എടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ദാ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും സ്പൈസി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പ്ലീസ്. പിന്നെ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, കണ്ടില്ലേ നമ്മുടെ ക്രഞ്ചി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബൈ.